നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കാലവർഷം കലിതുള്ളി പെയ്യുകയാണ് എന്നൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ശരിയാണ്, സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലൊക്കെ വ്യാപകമായി ശക്തമായ മഴയാണ്. പക്ഷേ എടുത്തു പറയേണ്ടത് വല്ലാത്ത കാറ്റ് തന്നെയാണ്. ഒരുപക്ഷെ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കുമെന്ന് പറയുന്നു. നമുക്കറിയാം, ഈ മഴ തുടങ്ങിയതിന് ശേഷം മഴക്കെടുതിയുടെയൊക്കെ ഭാഗമായി ഒരുപാട് ജീവനുകൾ നഷ്ടമായി, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു. മരം വീണും ചുമരിടിഞ്ഞും മതിലിടിഞ്ഞും ഷോക്കേറ്റും ഒക്കെ ഒരുപാട് കാഷ്വാലിറ്റീസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകർ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക, സുരക്ഷിതരായിരിക്കുക. തലക്കെട്ടുകൾ കണ്ട് മടങ്ങിയത്. താൽക്കാലിക VC നിയമനത്തിൽ നിലപാടിലുറച്ച ഗവർണർ. നിയമനത്തിലെ സർക്കാർ വിമർശനത്തിൽ എതിർപ്പറിയിച്ച് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അനിൽകുമാറിന് സർക്കാർ നൽകുന്ന പരസ്യ പിന്തുണയിലും ഗവർണർക്ക് അതൃപ്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായതിൽ ഡോക്ടർ ഹാരിസ് ചുരക്കൽ ഇന്ന് DMEക്ക് വിശദീകരണം നൽകും. ഉപകരണങ്ങൾ കാണാതായിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് ഡോക്ടർ ഹാരിസ്. വിവാദത്തിലെ അന്വേഷണം വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം തീവ്ര മഴയെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലകളിൽ കനത്ത മഴ. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിടും. തെക്കൻ കേരളത്തിൽ കടലാക്രമണത്തിന് സാധ്യത. ബീഹാർ വോട്ടർ പട്ടിക വിവാദം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും ഉന്നയിക്കാൻ പ്രതിപക്ഷം. രാജ്യസഭയിലും ലോക്സഭയിലും നോട്ടീസ് നൽകും. പ്രതിപക്ഷ MPമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. കന്യാസ്ത്രീകളുടെ വിഷയത്തിലും പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. ഓവൽ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇംഗ്ലണ്ടിന്റെ വിജയപ്രതീക്ഷ അവസാന ദിവസത്തിൽ. 4 വിക്കറ്റ് ശേഷിക്കെ 35 റൺസ് അകലെ. ബൗളർമാരിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യ. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. താൽക്കാലിക VC നിയമനത്തിലെ സർക്കാർ വിമർശനത്തിൽ എതിർപ്പുമായി ഗവർണർ. മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗവർണർ നേരിട്ട് എതിർപ്പ് അറിയിക്കുകയായിരുന്നു. അതോടൊപ്പം ഈ സസ്പെൻഷനിൽ കഴിയുന്ന കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന് സർക്കാർ നൽകുന്ന പരസ്യ പിന്തുണ, അതിലുള്ള എതിർപ്പും ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു. അതോടൊപ്പം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കേരള സർവകലാശാല ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും തുടരുകയാണ്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, കഴിഞ്ഞ ദിവസമാണ് മന്ത്രിമാരായ P. ബിന്ദുവും രാജീവും ഒക്കെ വന്ന് ഗവർണറെ പോയി കണ്ടതായി. ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഒരു നിലപാട്, പ്രത്യേകിച്ച് VC നിയമനത്തിലടക്കം സുപ്രീം കോടതിയുടെ നിർദ്ദേശം മറികടന്ന് ഗവർണർ VCമാരെ നിയമിച്ചതിലടക്കം വലിയ രീതിയിലുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പ് അടക്കം ഗവർണറെ അറിയിക്കുകയും ചെയ്തു. മറുപടിയായി ഗവർണറുടെ ഭാഗത്തു നിന്നുമുള്ള നിലപാട്, ഗവർണറും തങ്ങളുടെ നിലപാടിൽ, രാജ്ഭവൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ, അതായത് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഈ നിയമനങ്ങൾ നടത്തിയതെന്ന് ഗവർണർ പറയുകയാണ്. ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെ? ഗവർണർ സർക്കാർ പോരാ, അടുത്ത കാലത്തൊന്നും അതിലൊരു സമവായം ഉണ്ടാകുമെന്ന പ്രതീക്ഷ വേണ്ട എന്നതാണ് ഗവർണറുടെ ഇപ്പോഴത്തെ ഒരു നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് അതിലെ സർക്കാരിൻ്റെ അതൃപ്തി അറിയിക്കാനാണ് കഴിഞ്ഞ ദിവസം മന്ത്രി R. ബിന്ദുവും നിയമമന്ത്രി P. രാജീവും ഗവർണറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ ഈ സർക്കാരിനുള്ള അതൃപ്തി കൃത്യമായി തന്നെ മന്ത്രിമാർ ഗവർണറെ ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞ് താൻ കൃത്യമായ ഉത്തമമായ ബോധ്യത്തിൻ്റെയും കൃത്യമായ നിയമോപദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സിസ തോമസിനെയും K. ശിവപ്രസാദിനെയും ഇത്തരത്തിൽ ഈ താൽക്കാലിക VCമാരായി നിയമിച്ചത് എന്ന കാര്യം തൻ്റെ നിലപാട് വ്യക്തമാക്കി ഗവർണർ അറിയിച്ചിരുന്നു. അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ സുപ്രീം കോടതി വിധിയുടെ ഒരു ലംഘനമാണ്, അല്ലെങ്കിൽ ആ വിധിക്കെതിരായാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചൊരു കത്ത് മുഖ്യമന്ത്രി നൽകിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ തന്നെ ഗവർണർ തീരെ ഗൗനിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കൃത്യമായ രീതിയിൽ
പി രാജീവ് ആണെങ്കിലും ബിന്ദു ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു മണിക്കൂറും 10 മിനിറ്റും നീണ്ടു നിൽക്കുന്ന ഒരു കൂടിക്കാഴ്ച, ഒരു ചർച്ചയായിരുന്നു നടന്നത്. പക്ഷേ ഈ ചർച്ചയിൽ ഈ മന്ത്രിമാരെ അറിയിച്ചിരുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഗവർണർ കൃത്യമായ രീതിയിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് ഒരു ഉപദേശം വാങ്ങിക്കൊണ്ടാണ് താൻ ഇത്തരത്തിൽ ഈ നിയമനം നടത്തിയത് എന്ന് ഗവർണർ അറിയിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ മന്ത്രിമാർ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഈ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒരു സ്ഥിരം വിസിമാരെ നിയമിക്കണമെന്ന ആവശ്യവും മന്ത്രിമാർ സൂചിപ്പിച്ചിരുന്നു. ഈ സ്ഥിരം വിസിമാരെ നിയമിക്കണമെങ്കിൽ അതിന് ഈ ഹൈക്കോടതി, ഈ സർക്കാർ ഒരു ഹൈക്കോടതി വിധിയെ സർക്കാർ ഒരു സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. ഗവർണറുടെ വിധിക്ക് ഈ സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേക്ക് സർക്കാർ ഈ ഹൈക്കോടതി വിധിയെ മാനിക്കുകയാണെങ്കിൽ മാത്രമേ ഈ സ്ഥിരം വി സി നിയമനം സാധ്യമാകുകയുള്ളൂ. ആ ഘട്ടത്തിൽ സ്ഥിരം വി സി നിയമനത്തിന് ഗവർണർ ഒരുങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഗവർണർ നിലവിൽ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലും വി സിമാരെ നിയമിക്കാനുള്ളൊരു നീക്കത്തിലാണ്. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഗവർണർ വിളിച്ചിരുന്നു. പക്ഷേ മന്ത്രിതല ചർച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഗവർണറെ കണ്ടാൽ മതി എന്നായിരുന്നു സർക്കാർ തലത്തിലുള്ള നിലപാട്. ഏതായാലും ഗവർണർ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ തന്നെ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതാണ്. ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രതിസന്ധിയും മന്ത്രിമാർ ഗവർണറെ സൂചിപ്പിച്ചിരുന്നു. അതിൽ ഗവർണർ പറഞ്ഞൊരു വിഷയം, ഈ KS അനിൽകുമാർ, നിലവിൽ സസ്പെൻഷനിൽ കഴിയുന്ന KS അനിൽകുമാറിന് സർക്കാർ നൽകുന്ന പരസ്യ പിന്തുണ, ആ പിന്തുണയിൽ ഗവർണർക്കുള്ള എതിർപ്പും അദ്ദേഹം കൃത്യമായി തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഇന്നലെ VC ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അധികാരത്തിൽ, അതായത് ഈ സിൻഡിക്കേറ്റ് കൂടുമ്പോൾ മാത്രമേ അവർക്ക് അധികാരമുള്ളൂ എന്ന നിലയ്ക്ക് മറ്റ് ഈ പുറത്തു നിൽക്കുമ്പോൾ ഈ സിൻഡിക്കേറ്റിന് പുറത്തുള്ള യോഗം കൂടുന്നതിന് പുറത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒരു നോട്ടീസും VC പുറപ്പെടുവിച്ചിരുന്നു. നിലവിലെ രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പനാണ് VCക്ക് വേണ്ടി ഇത്തരത്തിലൊരു നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഈ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെ ഈ യോഗത്തിന് പുറത്ത് വിളിച്ചു വരുത്താനോ അവരെ നിർദ്ദേശങ്ങൾ നൽകാനോ ഭീഷണിപ്പെടുത്താനുള്ള യാതൊരു അധികാരവും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഇല്ല എന്ന തരത്തിൽ ഇന്നലെ തന്നെ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ സർക്കാരിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഗവർണർ രാജ്ഭവൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഉടനെയൊന്നും ഒരു മഞ്ഞുരുക്കത്തിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. എന്തായാലും സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വിവിധ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിരപ്പള്ളിയിൽ ശക്തമായ മഴയെ തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിടും. വർഷ ഗിരീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. കാലവർഷം കലിതുള്ളി തന്നെ പെയ്യുകയാണ്. പക്ഷേ വർഷം നിൽക്കുന്നിടത്ത് എനിക്ക് അത്ര മഴയൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ മധ്യ കേരളത്തിലാണെന്ന് തോന്നുന്നു കുറച്ച് കൂടുതലായി ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ? സ്വപ്ന, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ തുടങ്ങിയ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായിട്ടുള്ള 6 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ തൃശ്ശൂരെല്ലാം വലിയ രീതിയിലുള്ള മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ ലഭിച്ചിരുന്നു. അതിരപ്പള്ളിയിൽ ഇന്നലെ 4 മണിക്കൂർ മഴ ലഭിച്ചു എന്നാണ് കണക്ക്. വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കവും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ മലക്കപ്പാറ, അതിരപ്പള്ളി മലക്കപ്പാറ ചൂഴിൽത്തോട് റോഡിലേക്ക് തോട് കയറി വലിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു എന്നാണ് വിവരം. അതേപോലെ തന്നെ മലപ്പുറം മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ, ഇന്നലെ രാത്രി മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഒലിപ്പുഴയിലും ചോക്കോട് പുഴയിലുമാണ് ഇന്നലെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. അതേപോലെ തന്നെ കാളിക്കാവ് ചിങ്കക്കല്ലിൽ 7 വീടുകളിൽ വെള്ളം കയറിയെന്നുള്ള ഒരു അറിയിപ്പ് കൂടെ വരുന്നുണ്ട്. കോട്ടയത്തും 2 ഇടങ്ങളിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണു. അങ്ങനെ പല നാശനഷ്ടവും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ഈ 6 ജില്ലകളിലും ലഭിച്ചത് എന്നുള്ളതാണ് വിവരം. അതേസമയം തന്നെ ബാക്കി ജില്ലകളിലെല്ലാം ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഇനി വരുന്ന 5 ദിവസങ്ങളിൽ കൂടി മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പുലർത്താനും നിർദ്ദേശമുണ്ട്. 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരദേശ മേഖലയിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീൻപിടുത്തത്തിന് പോകുന്നവർക്കടക്കം വിലക്ക് ഏർപ്പെടുത്തിയൊരു സാഹചര്യമാണുള്ളത്. അതേപോലെ തന്നെ അതിരപ്പള്ളിയിൽ ശക്തമായ മഴ ലഭിച്ചതിനാൽ ഇന്ന് അവിടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ പ്രത്യേക ജാഗ്രത എല്ലാ മേഖലയിലും പുലർത്തുകയാണ്. മലയോര
മലയോര മേഖലയിലാണെങ്കിലും തീരദേശ മേഖലയിലാണെങ്കിലും ശക്തമായ മഴയിലും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്താൻ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരുന്ന ദിവസങ്ങളിൽ നാളെ മലപ്പുറം, അതായത് വടക്കൻ കേരളത്തിലെ ജില്ലയിലും നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വടക്കൻ ജില്ലകളിലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായി വിവിധ ഇടങ്ങളിൽ ഇനി വരുന്ന 5 ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വരുന്ന 5 ദിവസങ്ങളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ വരുന്ന 5 ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് വർഷ. 5 ദിവസം, വരുന്ന 5 ദിവസം നല്ല മഴ പെയ്യും. സംസ്ഥാനത്ത് വ്യാപകമായി എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കോട്ടയം ജില്ലയിൽ ഇന്നലെ ഞായറാഴ്ച വൈകിട്ടും രാത്രിയിലും നല്ല മഴയാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് പലയിടത്തും റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കൈത്തോടുകൾ പലതും നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ്. മീനച്ചിൽ താലൂക്കിലെ തലനാട്, മേലടുക്കം, പാതാമ്പുഴ, തിടനാട്, അടിവാരം, തീക്കോയി എന്നീ മലയോര മേഖലകളിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടു. പ്രാദേശിക മഴമാപിനികളിൽ 100 മില്ലിമീറ്ററിലധികം മഴ പലയിടത്തും രേഖപ്പെടുത്തി. തലനാട് പഞ്ചായത്തിൽ 130 മില്ലിമീറ്റർ അധികം മഴയുണ്ടായി. തീക്കോയി മംഗളഗിരി തങ്കച്ചൻ്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് വീടിൻ്റെ ചുമര് തകർന്നിട്ടുണ്ട്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. തലനാട് പഞ്ചായത്ത് അംഗം മേലടുക്കം സ്വദേശി ഷാജി കുന്നിലിൻ്റെ വീടിന് മുകളിലേക്ക് കരിങ്കൽ കെട്ടാണ് ഇടിഞ്ഞു വീണത്. വലിയ നാശനഷ്ടം വീടിനുണ്ടായിട്ടുണ്ട്. വീട്ടിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. പാലാ വൈക്കം റോഡിൽ മണലേൽ പാലത്തിൽ വെള്ളം കയറി, എന്നാൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല. ഈ സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലകളിലൊക്കെ ഒരുപക്ഷെ ഉൾക്കാടുകളിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്യുകയായിരിക്കും. ഒരുപക്ഷെ നമുക്ക് അറിയാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഉരുൾപൊട്ടലടക്കമുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ മുണ്ടക്കൈ ചുരൽമലയിലൊക്കെ ഉരുൾപൊട്ടി പിന്നീടും പല തവണ ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷവും ഇത് ഉരുൾപൊട്ടി 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ആ വെള്ളം ഒഴുകി വരുമ്പോൾ. അതുകൊണ്ട് മലയോര മേഖലയിൽ പ്രത്യേകിച്ചും തീരദേശത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീൻപിടുത്ത ആളുകൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കുക. ആതിരയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായതിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് DMEക്ക് മുന്നിൽ വിശദീകരണം നൽകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ആതിര ചേരുകയാണ്. ആതിര, ഇപ്പോൾ 2 ദിവസത്തെ അവധിക്ക് ശേഷം ഹാരിസ് ജോലിയിൽ തിരികെ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വിദഗ്ധ സമിതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. ആ കാര്യത്തിൽ വിശദമായ ഒരു റിപ്പോർട്ട് രേഖാമൂലം അല്ലെങ്കിൽ ഒഫീഷ്യലായി ഇന്ന് DMEക്ക് നൽകുന്നു. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്വപ്ന, 2 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് എത്തുകയാണ്. ഈ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ മോർസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് കാണാതായി എന്നൊരു വലിയൊരു പരാമർശം ആരോഗ്യമന്ത്രി നടത്തിയിരുന്നു. അത് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ ഒരു ഭാഗം മാത്രമായിരുന്നു. ആ ഭാഗം ഉപയോഗിച്ച് ഡോക്ടറെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ അത് വലിയൊരു വിവാദമൊക്കെ ആയിരുന്നു. ആ ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ പരാമർശത്തിലാണ് ഇന്ന് ഡോക്ടർ വിശദീകരണം നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഈ പരാമർശം വന്നപ്പോൾ തന്നെ ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു ആ ഉപകരണം കാണാതായതല്ല, മറിച്ച് മാറ്റിവെച്ചതാണ്. ആ ഉപകരണം ഉപയോഗിക്കാൻ അറിയുന്ന ഡോക്ടർമാരില്ല, അവർക്ക് ഈ ഉപകരണം ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനവും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഉപകരണം മാറ്റിവെച്ചതാണ് എന്ന വിശദീകരണം ഡോക്ടർ ഈ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് DMOയുടെ ഒരു ഈ വിഭാഗത്തല ഒരു അന്വേഷണം ഇതിൽ ഉണ്ടായത്. ഈ അന്വേഷണത്തിന് ആണ് ഇന്ന് ഇപ്പോൾ ഡോക്ടർ ഒരു വിശദീകരണവുമായി രംഗത്തെത്തുന്നത്. ഇന്ന് ഡോക്ടർ ഇതിൽ വിശദീകരണം നൽകും. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ വിശദാംശങ്ങൾ ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഡോക്ടറുടെ ആരോപണങ്ങളും ഈ ആക്ഷേപങ്ങളും എല്ലാം തന്നെ ശരിയാണ് എന്നത് സൂചിപ്പിക്കുന്നതാണ് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ ഭാഗങ്ങളെല്ലാം തന്നെ. കാരണം അത്തരത്തിൽ ഈ സർജറി മുടങ്ങി എന്ന് പറയുന്ന 2 പേരുടെ, ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേരുടെ സർജറിയാണ് ഉപകരണങ്ങളില്ലാത്തതിൻ്റെ പേരിൽ മുടങ്ങിയെന്ന് ഡോക്ടർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. കൃത്യമായ രീതിയിൽ ഡോക്ടർമാരും അതിന് രോഗികളും അവിടെ മൊഴി നൽകിയിട്ടുണ്ട്. രോഗികളുടെ പണം ഉപയോഗിച്ചാണ് പലപ്പോഴും ഈ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നത് എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ വിദഗ്ധ സമിതി റിപ്പോർട്ടിലാണ് അതിൻ്റെ ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ ഈ ഉപകരണം കാണാതായി എന്നൊരു കാര്യം പറഞ്ഞത്. പക്ഷേ ആരോഗ്യമന്ത്രി ആ ഒരു കാര്യം മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് ഡോക്ടർക്ക് മേൽ ഒരു കുറ്റം ആരോപിക്കുന്ന രീതിയിലായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന. ഈ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി തുറന്നുകാട്ടിയ ഡോക്ടറെ വേട്ടയാടുകയാണ് എന്ന തരത്തിലൊക്കെ തന്നെ ആ ഒരു പ്രസ്താവന മാറിയിരുന്നു. ആ ഒരു പ്രസ്താവന നടത്തിയതിന് ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ 2 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ എത്തുകയാണ്. ഈ ഉപകരണം കാണാതായി എന്ന ഈ ഒരു ആരോപണത്തിൽ തൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇന്ന് ഡോക്ടർ നൽകുന്നതായിരിക്കും.
അതിനെയാണ് വിവരങ്ങളുമായി ചേർന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം ഏറെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയതാണ് ഈ സീ പ്ലെയിൻ പദ്ധതി. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും ഒക്കെ കൂട്ടിണക്കിക്കൊണ്ടുള്ള ഒരു വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പദ്ധതി. ഇടുക്കിക്കും അതുപോലെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ സീ പ്ലെയിൻ പദ്ധതി നൽകിയത്. പരീക്ഷണ പറക്കലടക്കം നടത്തി. പക്ഷേ എന്നിട്ടും പദ്ധതി അതിനുശേഷം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞത് വനം വകുപ്പാണ് എന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രിമാർ നൽകിയ ഉറപ്പും പാഴ്വാക്കാകുകയാണ്. കഴിഞ്ഞ വർഷം നവംബർ 11 ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് ചിറകു വിടർത്തി ചരിത്രത്തിലാദ്യമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ സീ പ്ലെയിൻ പറന്നിറങ്ങിയത്. കരയിലും വെള്ളത്തിലും ലാൻഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വിമാനമായിരുന്നു ഇത്. ആവേശത്തോടെ ഇരുകൈയും നീട്ടി സീ പ്ലെയിനെ മലയോരം സ്വീകരിച്ചു. ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ മറ്റ് ജലാശയങ്ങളിലേക്കും ചെറുവിമാനങ്ങൾ പറന്നിറങ്ങുമെന്ന പ്രതീക്ഷയാണ് പരീക്ഷണ പറക്കലിന് ശേഷം മന്ത്രിമാരായ മുഹമ്മദ് റിയാസും റോഷി അഗസ്റ്റിനും ഇടുക്കിക്ക് പകർന്നു നൽകിയത്. എന്നാൽ തുടക്കത്തിൽ തന്നെ തടസ്സവുമായി വനം വകുപ്പ് രംഗത്തെത്തി. പ്ലെയിൻ പറന്നിറങ്ങുന്നത് വന്യമൃഗങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നായിരുന്നു വനം വകുപ്പിന്റെ വാദം. ഇതിനെയെല്ലാം മറികടന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയാണ് മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾ അതേ സീ പ്ലെയിനിൽ കൊച്ചിയിലേക്ക് മടങ്ങിയത്. എന്നാൽ പിന്നീട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു നീക്കവും ഉണ്ടായില്ല. ഈ പദ്ധതിയും പരീക്ഷണ പറക്കലിലും പ്രഖ്യാപനത്തിലും ഒതുങ്ങിയോ എന്ന ചോദ്യം ബാക്കി. അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കിയിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കാർഡമം ഹിൽ റിസർവിൽ നിന്നും വ്യാപകമായി മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ കേസെടുത്തിരിക്കുന്നു. ശാന്തൻപാറ പേത്തൊട്ടിയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയത്. കേസിൽ സംസ്ഥാന വനംവകുപ്പിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഉൾപ്പെടെ 5 കക്ഷികൾക്ക് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നോട്ടീസ് അയച്ചു. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ നടക്കുന്ന മരമുറി വനസംരക്ഷണ നിയമത്തിനും പരിസ്ഥിതി സംരക്ഷണ നിയമത്തിനും എതിരാണെന്ന് ഹരിത ട്രിബ്യൂണൽ. കേസിന്റെ തുടർ നടപടികൾ ട്രിബ്യൂണലിന്റെ സൗത്ത് സോൺ ബെഞ്ചിൽ നടക്കുമെന്നും ഡൽഹിയിലെ പ്രിൻസിപ്പൽ ബെഞ്ച് വ്യക്തമാക്കി. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ കാർഡമം ഹിൽ റിസർവിൽപ്പെട്ട 40 ഏക്കർ ഭൂമിയിലെ മരം മുറിക്കുന്നു എന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ കേസെടുത്തത്. ഈ ഭൂമിയുടെ ഉടമ ഏലം കൃഷി നടത്തുന്നതിന് അടിമാലി സ്വദേശിയായ വ്യക്തിക്ക് സ്ഥലം പാട്ടത്തിന് നൽകിയിരുന്നു. പാട്ടത്തിനെടുത്ത വ്യക്തിയാണ് മരങ്ങൾ മുറിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ചിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, വിദഗ്ധ അംഗങ്ങളായ ഡോക്ടർ എസ് ചെന്തിൽവേൽ, ഡോക്ടർ അഫ്രോസ് അഹമ്മദ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തത്. കേസിൽ സംസ്ഥാന വനം വകുപ്പിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ, ഇടുക്കി ജില്ലാ കളക്ടർ, സംസ്ഥാന മലിനീകരണ ബോർഡ്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം, കേന്ദ്ര മലിനീകരണ ബോർഡ് തുടങ്ങിയവയ്ക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് അയച്ചു. ഹരിത ട്രിബ്യൂണലിന്റെ സൗത്ത് സോൺ ബെഞ്ചിന് മുമ്പാകെ നോട്ടീസിനുള്ള മറുപടി ഫയൽ ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 24 ഈ കേസ് ട്രിബ്യൂണലിന്റെ സൗത്ത് സോൺ ബെഞ്ച് പരിഗണിക്കും. അതിന് ഒരാഴ്ച മുമ്പ് നോട്ടീസിനുള്ള മറുപടി ഫയൽ ചെയ്യണമെന്നാണ് നിർദ്ദേശം. അമൃത ന്യൂസ്, ഇടുക്കി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ചർച്ച ആവശ്യപ്പെട്ട ഇരു സഭകളിലും പ്രതിപക്ഷം നോട്ടീസ് നൽകും. പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. എന്നാൽ ചർച്ചയില്ലെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാർ എടുത്ത നിലപാട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാജ്യസഭയിൽ വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങളും മാർഷൽമാരും തമ്മിൽ വലിയ രീതിയിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. കന്യാസ്ത്രീകളുടെ വിഷയത്തിലും പ്രതിപക്ഷം പ്രതിഷേധിക്കും. തൃശ്ശൂരിലെ ശക്തൻ സ്റ്റാൻഡ് അങ്ങേയറ്റം ശോചനീയമായ അവസ്ഥയിലാണ്. സ്റ്റാൻഡിലെ തൂണുകൾ ദ്രവിച്ച് കോൺക്രീറ്റ് എല്ലാം അടർന്ന ഒരു അവസ്ഥയിൽ, ചോർന്നൊലിക്കുന്ന മേൽക്കൂര, വൃത്തിഹീനമായ പരിസരം, ഇതെല്ലാം യാത്രക്കാരെ ഒരുപാട് ദുരിതത്തിലാക്കുന്നു. മേൽക്കൂര താങ്ങുന്ന തൂണുകൾ ബലപ്പെടുത്തിയില്ലെങ്കിൽ വലിയ രീതിയിൽ അപകടം സംഭവിച്ചേക്കാമെന്ന് യാത്രക്കാർ ആശങ്കയോടെ പറയുന്നു. നിത്യേന ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ശക്തൻ സ്റ്റാൻഡിന് അത്ര ശക്തി പോരാ. കുന്നംകുളം, വാടാനപ്പള്ളി, പാവറട്ടി, കോഴിക്കോട് ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലത്തെ തൂണുകൾ ദ്രവിച്ച് കോൺക്രീറ്റ് അടർന്ന കമ്പികളെല്ലാം പുറത്തു കാണാം. സ്റ്റാൻഡിന് പുറംഭാഗം ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിച്ചെങ്കിലും ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം ശോചനീയമാണ്. സ്റ്റാൻഡിനോട് ചേർന്ന് നിരവധി കച്ചവട സ്ഥാപനങ്ങളുള്ള കെട്ടിടത്തിൽ പലയിടത്തും ചെടികൾ മുളച്ചു തുടങ്ങിയിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. വൃത്തിഹീനമായ പരിസരവും ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും തകർന്ന നടപ്പാതയും യാത്രികരെ വലയ്ക്കുകയാണ്. സ്റ്റാൻഡ് തൂണ് പൊട്ടിയാൽ തന്നെ സ്റ്റാൻഡ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഒരുപാട് സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട്. പിന്നെ നേരാക്കാൻ കണ്ടില്ലേ, ടൈൽസ് പൊട്ടിയിട്ടും കണ്ടിട്ടുണ്ട്. അത് നേരാക്കാൻ ആരുമില്ല. ഇവിടെ വന്ന് വൃത്തിയുടെ സ്മെല്ലാണ് ഉണ്ടല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു രൂക്ഷ ഗന്ധമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്റ്റാൻഡിൽ നിന്നുള്ളൊരു ക്വാളിറ്റി ഇല്ല.
ബസ് സ്റ്റാൻഡിനുള്ളിലെ നവീകരണം ബസ്സുകൾ പോകുന്ന 100 മീറ്റർ റോഡിലേക്ക് നീട്ടാൻ പോലും കഴിയാത്ത വിധമാണ് പദ്ധതി എന്ന ആക്ഷേപമുണ്ട്. അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഈ ആശാ വർക്കർമാർക്ക് പിന്നാലെ അംഗനവാടി ജീവനക്കാരും സമരത്തിലേക്ക് പോകുന്നു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അവർ നേരിടുന്ന ജോലി സമ്മർദ്ദം, അതിലാണ് ഈ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനം. അംഗനവാടി ജീവനക്കാരും ഒപ്പം ഹെൽപ്പർമാരും ഈ സമരത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങുകയാണ്. ജോലി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവുകൾ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. അങ്കണവാടികളിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ഉപഭോക്താക്കളുടെ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം, പോഷൻ ട്രാക്ടർ, EKYC എന്നീ ഓൺലൈൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളായ മൊബൈൽ, ടാബ്, ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുക, സ്പെഷ്യൽ ഡ്രൈവിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, സർക്കാർ ഉത്തരവുകൾ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, മിനിമം വേതനം വർദ്ധിപ്പിക്കുക, ഉത്സവ ബത്ത 5000 രൂപയെ ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാർ പ്രതിഷേധം ശക്തമാക്കാൻ തയ്യാറെടുക്കുന്നത്. ജോലി ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്നും തങ്ങൾക്ക് അടിസ്ഥാന ശമ്പളമായ 60:40 അനുപാതത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് വർദ്ധിപ്പിക്കണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന 3 പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന പഴയ സീനിയായിട്ടുള്ള ആൾക്കാർക്ക് 13,000 രൂപ, വർക്കറിനും ഹെൽപ്പറിന് 9,000 രൂപയും കിട്ടുന്നു. പുതിയതായിട്ട് കയറിയവർക്ക് 8,000-ഉം 12,500-ആണ് കിട്ടുന്നത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് 3 പ്രാവശ്യമായിട്ടാണ് കിട്ടുന്നത്. ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കുന്നത്, പാലും മുട്ടയും വാങ്ങിക്കുന്നത്, അതുപോലെ വാടക കൊടുക്കുന്നവർ വാടക കൊടുക്കുന്നത്, കറണ്ട് ബില്ല് അടയ്ക്കണം, വാട്ടർ ബില്ല് അടയ്ക്കണം. അപ്പോൾ ഞങ്ങൾ കടവും കൂടെ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാസം ഇത് ഇത്രയും കൂടെ ചെയ്യാൻ പറ്റും. 10 വർഷത്തിന് മുകളിൽ സർവീസുള്ള ടീച്ചർമാർക്ക് 13,000 രൂപയും ഹെൽപ്പർമാർക്ക് 10,500 രൂപയുമാണ് നിലവിലെ ശമ്പളം. 10 വർഷത്തിന് മുകളിൽ സർവീസുള്ള ടീച്ചർമാർക്ക് 13,000 രൂപയും ഹെൽപ്പർമാർക്ക് 10,500 രൂപയുമാണ് നിലവിലെ ഓണറേറിയം. തങ്ങളെ ജീവനക്കാരായി അംഗീകരിച്ച് 21,000 രൂപ മിനിമം ശമ്പളം നൽകണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി ജീവനക്കാർ ചെലവഴിക്കുന്ന തുകയും സമയബന്ധിതമായി തിരികെ നൽകണമെന്നതും ഇവരുടെ ആവശ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടാത്ത പക്ഷം പ്രതിഷേധം ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ചർച്ച ആവശ്യപ്പെട്ട ഇരു സഭകളിലും പ്രതിപക്ഷം നോട്ടീസ് നൽകും. പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. എന്നാൽ ചർച്ചയില്ലെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാർ എടുത്ത നിലപാട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാജ്യസഭയിൽ വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങളും മാർഷൽമാരും തമ്മിൽ വലിയ രീതിയിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. കന്യാസ്ത്രീകളുടെ വിഷയത്തിലും പ്രതിപക്ഷം പ്രതിഷേധിക്കും. തൃശ്ശൂരിലെ ശക്തൻ സ്റ്റാൻഡ് അങ്ങേയറ്റം ശോചനീയമായ അവസ്ഥയിലാണ്. സ്റ്റാൻഡിലെ തൂണുകൾ ദ്രവിച്ച് കോൺക്രീറ്റ് എല്ലാം അടർന്ന ഒരു അവസ്ഥയിൽ, ചോർന്നൊലിക്കുന്ന മേൽക്കൂര, വൃത്തിഹീനമായ പരിസരം, ഇതെല്ലാം യാത്രക്കാരെ ഒരുപാട് ദുരിതത്തിലാക്കുന്നു. മേൽക്കൂര താങ്ങുന്ന തൂണുകൾ ബലപ്പെടുത്തിയില്ലെങ്കിൽ വലിയ രീതിയിൽ അപകടം സംഭവിച്ചേക്കാമെന്ന് യാത്രക്കാർ ആശങ്കയോടെ പറയുന്നു. നിത്യേന ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ശക്തൻ സ്റ്റാൻഡിന് അത്ര ശക്തി പോരാ. കുന്നംകുളം, വാടാനപ്പള്ളി, പാവറട്ടി, കോഴിക്കോട് ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലത്തെ തൂണുകൾ ദ്രവിച്ച് കോൺക്രീറ്റ് അടർന്ന കമ്പികളെല്ലാം പുറത്തു കാണാം. സ്റ്റാൻഡിന് പുറംഭാഗം ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിച്ചെങ്കിലും ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം ശോചനീയമാണ്. സ്റ്റാൻഡിനോട് ചേർന്ന് നിരവധി കച്ചവട സ്ഥാപനങ്ങളുള്ള കെട്ടിടത്തിൽ പലയിടത്തും ചെടികൾ മുളച്ചു തുടങ്ങിയിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. വൃത്തിഹീനമായ പരിസരവും ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും തകർന്ന നടപ്പാതയും യാത്രികരെ വലയ്ക്കുകയാണ്. സ്റ്റാൻഡിൻ്റെ തൂണ് പൊട്ടിയാൽ തന്നെ സ്റ്റാൻഡ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഒരുപാട് സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട്. പിന്നെ നേരാക്കാൻ കണ്ടില്ലേ, ടൈൽസ് പൊട്ടിയിട്ടും കണ്ടു, അത് നേരാക്കാൻ ആരുമില്ല. ഇവിടെ വന്ന് വൃത്തിയുടെ സ്മെല്ലാണ് ഉണ്ടല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു രൂക്ഷഗന്ധമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്റ്റാൻഡിൽ നിന്നുള്ളൊരു ക്വാളിറ്റി ഇല്ല. ബസ് സ്റ്റാൻഡിനുള്ളിലെ നവീകരണം ബസ്സുകൾ പോകുന്ന 100 മീറ്റർ റോഡിലേക്ക് നീട്ടാൻ പോലും കഴിയാത്ത വിധമാണ് പദ്ധതി എന്ന ആക്ഷേപമുണ്ട്. അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ.
ഈ ആശാ വർക്കർമാർക്ക് പിന്നാലെ അംഗനവാടി ജീവനക്കാരും സമരത്തിലേക്ക് പോകുന്നുവെന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അവർ നേരിടുന്ന ജോലി സമ്മർദ്ദം, അതിലാണ് ഈ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനം. അംഗനവാടി ജീവനക്കാരും ഒപ്പം ഹെൽപ്പർമാരും ഈ സമരത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങുകയാണ്. ജോലി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവുകൾ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. അങ്കണവാടികളിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ഉപഭോക്താക്കളുടെ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം, പോഷൻ ട്രാക്കർ, EKYC എന്നീ ഓൺലൈൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളായ മൊബൈൽ, ടാബ്, ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുക, സ്പെഷ്യൽ ഡ്രൈവിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, സർക്കാർ ഉത്തരവുകൾ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, മിനിമം വേതനം വർദ്ധിപ്പിക്കുക, ഉത്സവ ഭത്ത 5000 രൂപയെ ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാർ പ്രതിഷേധം ശക്തമാക്കാൻ തയ്യാറെടുക്കുന്നത്. ജോലി ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്നും തങ്ങൾക്ക് അടിസ്ഥാന ശമ്പളമായ 60:40 അനുപാതത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് വർദ്ധിപ്പിക്കണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന 3 പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന പഴയ സീനിയായിട്ടുള്ള ആൾക്കാർക്ക് 13,000 രൂപ വർക്കറിനും ഹെൽപ്പറിന് 9,000 രൂപയും കിട്ടുന്നു. പുതിയതായിട്ട് കയറിയവർക്ക് 8,000-ഉം 12,500-ആണ് കിട്ടുന്നത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് 3 പ്രാവശ്യമായിട്ടാണ് കിട്ടുന്നത്. ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കുന്നത്, പാലും മുട്ടയും വാങ്ങിക്കുന്നത്, അതുപോലെ വാടക കൊടുക്കുന്നവർ വാടക കൊടുക്കുന്നത്, കറണ്ട് ബില്ല് അടയ്ക്കണം, വാട്ടർ ബില്ല് അടയ്ക്കണം. ഇപ്പോൾ ഞങ്ങൾ കടവും കൂടെ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാസം ഇത് ഇത്രയും കൂടെ ചെയ്യാൻ പറ്റും. 10 വർഷത്തിന് മുകളിൽ സർവീസുള്ള ടീച്ചർമാർക്ക് 13,000 രൂപയും ഹെൽപ്പർമാർക്ക് 10,500 രൂപയുമാണ് നിലവിലെ ശമ്പളം. 10 വർഷത്തിന് മുകളിൽ സർവീസുള്ള ടീച്ചർമാർക്ക് 13,000 രൂപയും ഹെൽപ്പർമാർക്ക് 10,500 രൂപയുമാണ് നിലവിലെ ഓണറേറിയം. തങ്ങളെ ജീവനക്കാരായി അംഗീകരിച്ച് 21,000 രൂപ മിനിമം ശമ്പളം നൽകണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി ജീവനക്കാർ ചെലവഴിക്കുന്ന തുകയും സമയബന്ധിതമായി തിരികെ നൽകണമെന്നതും ഇവരുടെ ആവശ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടാത്ത പക്ഷം പ്രതിഷേധം ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാമ 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 പാഹി മാം. ആഹാരക്രമത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ് കർക്കിടക മാസം. നാം കഴിക്കുന്ന ചില ആഹാരങ്ങൾ നമ്മളെ രോഗാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. എന്തൊക്കെ ആഹാരങ്ങൾ കർക്കിടക മാസത്തിൽ കഴിക്കാം? ഈ സമയം മാംസാഹാരം എത്രത്തോളം കഴിക്കാം? നമ്മുടെ ഈ സംശയങ്ങൾക്കൊക്കെ വിശദീകരണം നൽകുകയാണ് പ്രശസ്ത ആയുർവേദ ഡോക്ടറും അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ആൻഡ് ഹോസ്പിറ്റലിലെ ശല്യതന്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ശ്യാം വിനയ്. ഭക്ഷണം എന്തെല്ലാം കഴിക്കാം സാധാരണയായി കഴിക്കുന്നത്? കാരണം ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള ആഹാരങ്ങളും ഒക്കെ അധികമായി കഴിക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്കൊരു ചെറിയൊരു വ്യതിയാനം വരുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ളൊരു ഭക്ഷണം ഒരു മാസമെങ്കിലും കഴിച്ചും കൊണ്ട് നമ്മുടെ ശരീരത്തിനെ ഒന്ന് റീസെറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം ഈ ഒരു മാസത്തിൽ. അപ്പോൾ അതിന് സാധാരണയായിട്ട് ഇപ്പോൾ കർക്കിടക കഞ്ഞി കുടിക്കുക, കർക്കിടകത്തിലെ പല രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുക, പഞ്ചകർമ്മം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള രീതികൾ തുടർന്ന് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ കഞ്ഞി കുടിക്കുക പറയുന്നത്? അതായത് നമ്മൾ ഈ ഒരു വർഷകാലം തുടങ്ങിക്കഴിഞ്ഞാൽ ദോഷം ഗ്രീഷ്മ ഋതുവിൽ ചൂടുകാലത്ത് കൂടിക്കൂടി വന്നതിനെ ഒരു വർഷകാലമാകുമ്പോഴത്തേക്ക് ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിന്നിട്ട് നമ്മുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട ഈ ദോഷങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ അഗ്നി അല്ലെങ്കിൽ നമ്മുടെ കോഷ്ടം, നമ്മുടെ ഒരു ആഹാരത്തിനെ പചിപ്പിക്കാനുള്ള ശക്തി കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. വർഷ ഋതുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഗ്നി കുറഞ്ഞു നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, പല രീതിയിലാണ്. നമ്മളൊരു വിഷമ അഗ്നി എന്ന് പറയും. വിഷമ അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വിശപ്പ്, ചിലപ്പോൾ വിശപ്പില്ലാതെ ഇരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതിനെ നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് നമുക്ക് ആ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആ ഭക്ഷണം എങ്ങനെയുള്ളതാവണം? എളുപ്പം ദഹിക്കാൻ പറ്റുന്നതാവണം. അതായത് കർക്കിടക കഞ്ഞി തന്നെ വേണമെന്നില്ല. ഇനി അഥവാ കർക്കിടക കഞ്ഞി അങ്ങനെ കുടിക്കുകയാണെന്നെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ ഒരു ഡോക്ടറെ സമീപിച്ചതിന് ശേഷമോ വേണമെങ്കിൽ നിങ്ങൾക്കത് കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വെറും കഞ്ഞി ഉണ്ടാക്കി ആ കഞ്ഞിയിൽ നമ്മൾ പഞ്ചകോലം എന്നൊക്കെ ഉള്ള സാധാരണ പൊടികൾ ചേർത്ത് കഞ്ഞി ഒരു നേരമെങ്കിലും രാത്രിയിൽ കുടിച്ചാൽ കുറച്ചും കൂടെ ഉത്തമമായിരിക്കും. ഇനി അടുത്തത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാംസങ്ങൾ ഈ സമയത്ത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല എന്ന് തന്നെ നമുക്കിവിടെ പറയാം.
മാംസങ്ങൾ കഴിക്കാം. പക്ഷേ അത് ഉണ്ടാക്കുന്ന രീതി, അത് എങ്ങനെയാണ് നമ്മളതിനെ പ്രിപ്പയർ ചെയ്യുന്നത്, അതിനെ എത്രത്തോളം ദഹിക്കാൻ എളുപ്പത്തിലാക്കാം, ഇതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പലതരത്തിലുള്ള സൂപ്പുകൾ അതായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഉത്തമമായി നിൽക്കുന്നത്. സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാംസത്തിൻ്റെ സൂപ്പാകാം, അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറികൾ കൊണ്ടുള്ള സൂപ്പുമാകാം. ഇനി വളരെ നമ്മൾ കോമണായി ഉപയോഗിക്കുന്നൊരു രസം, അതും നമുക്ക് വളരെയധികം ഗുണം ഈ ഒരു സമയത്ത് ചെയ്യും. രസം, നല്ല പുളി രസം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നാരങ്ങാ രസം ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അതും നല്ലതായിരിക്കും. അപ്പോൾ മാംസരസവും കഴിക്കാം, പച്ചക്കറികളും കഴിക്കാം, ഇതെല്ലാം കഴിക്കാം. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന വിധം കുറച്ചും കൂടെ എളുപ്പമാകാനാണ്, നമുക്ക് ഭക്ഷണ രീതി കറക്റ്റാകും. അതുപോലെ തന്നെ വിശപ്പ് കെടുത്താതെ ദഹനശക്തി കൃത്യമായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളാണ് നമ്മളെപ്പോഴും ഇവിടെ നോക്കേണ്ടത്. കൈവാർത്തയിലേക്കാണ്. ഓവൽ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് കടക്കുന്നു. അവസാന ദിവസം 4 വിക്കറ്റ് ശേഷിക്കെ 35 റൺസ് അകലെയാണ് ഇംഗ്ലണ്ടിന്റെ വിജയം. എന്നാൽ ബൗളർമാരിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. ഇന്ത്യക്കെതിരെ 374 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് മഴ കാരണം 4ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എന്ന നിലയിലാണ്. ഇംഗ്ലണ്ടിന്റെ ശേഷിച്ച 4 വിക്കറ്റ് നേടി ജയം കയ്യിലൊതുക്കിയാൽ ഇന്ത്യക്ക് പരമ്പരയിൽ ഒപ്പമെത്താം. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.